പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാകിയിരിക്കുന്നു. ഇനിയുള്ള കരുതൽ ഏത് തരത്തിലാകും, അല്ലെങ്കിൽ വയനാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗോകുൽ ചേർന്നുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും. ഗോകുൽ, പ്രധാനമന്ത്രി മടക്ക യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രധാനമന്ത്രിയുടെ സംഘാംഗങ്ങളും അല്പസമയത്തിനകം തന്നെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ 1 വിമാനത്തിൽ തിരിച്ചു പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തിരിച്ചു പോകും. ഏതാണ്ട് 5:35 കൂടിയിട്ട് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വയനാട് ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ 5:35 കൂടി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങി. 3 ഹെലികോപ്റ്ററുകളായിട്ടായിരുന്നു ഇവർ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് പോയത്. ഇവിടെ സന്ദർശനം നടത്തിയത് 3 ഹെലികോപ്റ്ററുകളും 5:35 കൂടി തന്നെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റും വൈകിട്ടായിരുന്നു പ്രധാനമന്ത്രിയും സംഘവും തിരിച്ചെത്തിയത് എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി ഇവിടെ നേരത്തെ എത്തിയ ഒരു സാഹചര്യമായിരുന്നു. 11:05 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി 11:10 ഇവിടെ നിന്ന് പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ 10:57 തന്നെ ഡൽഹിയിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള സംഘം 10:57 തന്നെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. 11:17 കൂടി ഇവിടെ നിന്ന് പുറപ്പെട്ട് 12 മണിയോടുകൂടി വയനാടിന്റെ ദുരിതബാധിത മേഖലയിൽ സന്ദർശനം നടത്തുകയും വ്യോമയാന നിരീക്ഷണം നടത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളൊക്കെ ഷെഡ്യൂളുകൾ തെറ്റിച്ചുകൊണ്ടുള്ളതായിരുന്നു. തെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചതിൽ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. ആളുകളുമായി സമയം പങ്കിടാൻ തീരുമാനിച്ചതിൽ കൂടുതൽ സമയം അവിടെ പങ്കിടേണ്ടതായിട്ട് വന്നു. ആളുകളുമായി കൂടുതൽ സമയം സംവദിച്ചു. അവരുടെ വിഷമങ്ങൾ കേട്ടു, ദുഃഖങ്ങൾ കേട്ടു. തുടർന്ന് അവലോകന യോഗത്തിലും കൂടുതൽ സമയമെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ 3:50 കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വിമാനം എയർ ഇന്ത്യ 1 വിമാനം പുറപ്പെടേണ്ടതായിരുന്നെങ്കിൽ 5 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയതിനു ശേഷവും പുറപ്പെട്ടിട്ടില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ എയർ ഇന്ത്യ 1 വിമാനത്തിനകത്ത് കയറിയിട്ടുണ്ട്. ഏത് നിമിഷവും ഇവിടെ നിന്ന് വിമാനം പുറപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ടും അത്യന്തം പ്രത്യേകതയുള്ള ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. നേരത്തെ വന്ന് വൈകിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. 12 മണി മുതൽ 5 മണി വരെ വയനാടിന്റെ വിവിധ മേഖലകളിൽ മുഖ്യമന്ത്രിയും സംഘാംഗങ്ങളും ചിലവഴിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ADGP MR അജിത് കുമാർ ദുരിതബാധിത മേഖലയിൽ സംഭവിച്ചിട്ടുള്ള വിവരങ്ങൾ വിശദമാക്കുന്നതൊക്കെ കേട്ടറിഞ്ഞു. അതോടൊപ്പം തന്നെ ദുരിതം ബാധിച്ച ആളുകളൊക്കെ തങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞത് പ്രധാനമന്ത്രി കേട്ടുനിന്നു. എല്ലാവരുടെയും പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടെയും അവരുടെ ജ്യേഷ്ഠനായും സഹോദരനായും ഒരു ബന്ധുവിനെ പോലെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് അവരെ തൊട്ടും തലോടിയും സമാശ്വസിപ്പിച്ചുമായിരുന്നു പ്രധാനമന്ത്രി അവിടെ നിന്ന് മടക്കയാത്ര ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിശ്ചയിച്ചതിന് മണിക്കൂറുകൾ വൈകിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. വയനാട് എത്രത്തോളം വ്യാപ്തിയിലും വലിപ്പത്തിലുമുള്ള നഷ്ടമാണ് സംഭവിച്ചത് എന്നത് നേരിട്ട് കണ്ടറിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. 3:50 ഇവിടെ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 6 മണിയാകാൻ 3 മിനിറ്റ് മാത്രം അവശേഷിക്കുകയും പ്രധാനമന്ത്രി ഇപ്പോഴും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടരുകയാണ്. പ്രധാനമന്ത്രി പോകുന്ന എയർ ഇന്ത്യ 1 വിമാനത്തിൽ അദ്ദേഹം കയറിയിട്ടുണ്ട്. ഈ വയനാട് ദുരിതബാധിത മേഖലയിൽ സന്ദർശിച്ച ശേഷം ഒരു അവലോകന യോഗത്തിൽ പങ്കെടുത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ബ്രീഫിംഗ് നമ്മൾ കേട്ടതാണ്. ഒപ്പമുണ്ട് എന്ന വാർത്തയായിരുന്നു, അല്ലെങ്കിൽ ഒപ്പമുണ്ട് എന്നൊരു വാക്കായിരുന്നു പ്രധാനമന്ത്രി അതിനുശേഷം നടത്തിയത്. സാധ്യമായതെല്ലാം ചെയ്യും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന് എന്തൊക്കെയാണോ ചെയ്യാൻ വേണ്ടി സാധിക്കും അതൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. വയനാടിന്റെ പുനരുജ്ജീവനം തന്നെയാണ്, പുനരധിവാസം തന്നെയാണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അദ്ദേഹം അവിടെ തകർത്തെറിയപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങൾ ഓരോരുത്തരുടെയും എടുത്തു പറയുന്നത് പോലെ നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾ തകർന്നതാണ്. ദുരന്തത്തിൽ അവർ ഒറ്റയ്ക്കല്ല എന്നൊരു കാര്യം പറയുന്നു. സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നു. എന്തൊക്കെയാണോ സംസ്ഥാന സർക്കാർ അവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഒരു മെമ്മോറാണ്ടമായി നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. കേരളം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിശദമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു കാര്യം പ്രധാനമന്ത്രി എടുത്തു പറയുന്നുണ്ട്. ഈ കൂടുതൽ സമയം അവിടെ ചെലവഴിച്ച് അവിടെ ദുരിതത്തിൽപ്പെട്ട ആളുകളുടെ കൂടുതൽ വിഷമങ്ങൾ കേട്ടറിഞ്ഞ് അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. 700 മീറ്ററോളം ഈ ചൂരൽമലയിലെ വിവിധ മേഖലകളിൽ 700 മീറ്ററോളം പ്രധാനമന്ത്രി കാൽനടയായി സഞ്ചരിക്കുകയും അവിടെ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ മൂലമുണ്ടായിട്ടുള്ള ഭീകരമായ അന്തരീക്ഷം നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു. 50 മിനിറ്റോളം ചൂരൽമലയുടെ വിവിധ മേഖലകളിൽ പ്രധാനമന്ത്രി ചിലവഴിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം 3 മണിക്കൂറോളം വയനാടിന്റെ വിവിധ മേഖലകളിൽ ചിലവഴിക്കും എന്നായിരുന്നു നേരത്തെ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ചാർട്ട് പ്രകാരം. 3 മണിക്കൂറായിരുന്നു പ്രധാനമന്ത്രിയും സംഘങ്ങളും വയനാട്ടിൽ ചെലവഴിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് 5 മണിക്കൂറോളം വയനാട്ടിൽ ചെലവഴിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും
നേരത്തെ പറഞ്ഞതിൽ കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിച്ചു. ബെയിലി പാലത്തിന് മുകളിൽ കൂടി നടന്ന സൈനികരുമായി സംവദിച്ചു, അവരെ അഭിനന്ദിച്ചു. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെത്തി, ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി, ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആകാശ നിരീക്ഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട അവലോകനങ്ങളിൽ അല്ലെങ്കിൽ വിശദീകരണം ADGP MR അജിത് കുമാർ പറയുന്നതൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കണം മുന്നോട്ടേക്കുള്ള പോക്ക് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ തകർത്തെറിയപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകണം എന്നുള്ള വെള്ളാർമലയിലെ സ്കൂളിലേക്ക് പോകണമെന്നായിരുന്നു പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞത്. ആ ഭാഗത്തേക്ക് ഉൾപ്പെടെ പോയി അവിടെ നാശം വിതച്ച ഏറ്റവും കൂടുതൽ ദുരിതത്തിലാഴ്ച പ്രദേശങ്ങളിലൊക്കെ പ്രധാനമന്ത്രി സഞ്ചരിച്ചു. 1 മണിക്കൂറോളം 50 മിനിറ്റോളം ചൂരൽമലയിൽ മാത്രം പ്രധാനമന്ത്രി ചെലവഴിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു ദിവസത്തിന്റെ ബഹുഭൂരിപക്ഷം ഭാഗവും വയനാടിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഗൗരവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അതിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അത് നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഘടകമാണ്. നേരത്തെ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ, ഏകദേശം നേരത്തെ പറഞ്ഞതിന്റെ ഇരട്ടിയോളം വരുന്ന സമയമാണ് അദ്ദേഹം വയനാട്ടിലെ വിവിധ മേഖലകളിൽ ചെലവഴിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ നേരത്തെ പറഞ്ഞതിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്ന് സംസ്ഥാന മന്ത്രിമാരും പ്രതികരിച്ച സാഹചര്യം. കേരളത്തിലെ ജനങ്ങൾക്കും അതേ മാനസികാവസ്ഥ തന്നെ. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്.